കുട്ടികളുടെ കാത് കുത്തുന്നത് ഉം. ഒരു വലിയ ചടങ്ങാണ്. ഇപ്പം എല്ലാ റിലീജിയൻ വെച്ച് നോക്കുമ്പോഴാണെങ്കിലും കുട്ടികളുടെ കാത് കുത്തൽ ഒരു ചടങ്ങാണ്. ഉം. ചെറുപ്പത്തിൽ ഒരു ഏജ് ആകുമ്പോഴത്തേക്ക് കുട്ടികളുടെ കാത് കുത്തും. ഇപ്പം നമ്മൾ പറയുക ചെറുപ്പത്തിലെ കാത് കുത്തി കഴിഞ്ഞാൽ കുട്ടികൾ ആ സമയത്ത് മാത്രമേ വേദന ഉണ്ടാവുള്ളൂ. പിന്നീട് അവരത് ഓക്കെ ആയിട്ട് നിൽക്കുന്നു. ഉം. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഒരു കാതുകുത്ത് വീഡിയോ തരംഗമായിട്ടുണ്ടായിരുന്നത് നമ്മുടെ സിനിമാ നടൻ നീരജ് മാധവിൻ്റെ മകളുടെ കാതുകുത്തലാണ്. ഉം. ഉം. അദ്ദേഹം പറയുന്നത് എൻ്റെ മകൾക്ക് ആ കാത് കുത്തിയതിൻ്റെ ഓർമ്മ മനസ്സിൽ വേണം. അതുകൊണ്ട് കുട്ടി കുറച്ചുകൂടി മുതിർന്നതിന് ശേഷമാണ് കാത് കുത്തിയത്. ഉം. ഉം. ശരിക്കും കുട്ടികൾക്ക് ഏത് പ്രായത്തിലാണ് കാത് കുത്തേണ്ടത്? ഉം. ഇല്ല അതിപ്പോ നമ്മള് ഓരോരുത്തരുടെ ചോയ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുടി പഠിക്കുന്ന കാര്യങ്ങളും ചോയ്സാണ്. ഉം. കാത് കുത്തുന്ന കാര്യങ്ങള്, സർക്കംസിഷൻ ചെയ്യുന്ന കാര്യത്തില്, ഉം. സുന്നത്ത് കഴിപ്പിക്കുന്ന അതെ, അതെ. മുസ്ലിംസില്. അപ്പം സുന്നത്ത് കഴിപ്പിക്കൽ ഈ പറഞ്ഞ പോലെ ജനിക്കുന്ന ഉടനെ തന്നെ കാരണം ഒരുപക്ഷെ ആ ടൈമിൽ അങ്ങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഉം. ചർമ്മങ്ങളൊക്കെ വളരെ സോഫ്റ്റാണ്. ഉം. അപ്പൊ ആ ഒരു സമയത്ത് തന്നെ അതങ്ങ് ഹീലായി പൊക്കോളും. പെട്ടെന്ന് ഹീലിംഗ് ടൈം ഉം. ഉം. ബെറ്റർ ആയിരിക്കും. അതുപോലെ കുഞ്ഞുങ്ങളിലാണെങ്കിലും കാത് കുത്തുന്നത് ഈ പറഞ്ഞ പോലെ 6 മാസം കഴിഞ്ഞ് 1 വയസ്സ് ആ ടൈമിലൊക്കെ ഒരുപക്ഷെ അത് വളരെ ഡൈല്യൂട്ട് ആയിരിക്കാം, സ്മോൾ ആയിരിക്കാം, ഉം. ഫ്ലെക്സിബിൾ ആയിരിക്കാം. അതെ. അപ്പോൾ കുത്താൻ എളുപ്പമായിരിക്കാം. ഉം. അപ്പോൾ അവിടെ വേണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ചോയ്സ് പലർക്കും ഉണ്ട്. ഉം. ഗൺ ഷോട്ട് വെച്ചിട്ട് ചെയ്യണോ? ഉം. അല്ലെങ്കിൽ തട്ടാനെ കൊണ്ട് കുത്തിക്കണോ? അതെ, അതെ. അത് ആയിക്കോട്ടെ. ഓരോരുത്തരുടെ ചോയ്സാണ്. ഉം. നമ്മളേതായാലും എല്ലാവരും കാത് കുത്തും, ഉം. മൂക്ക് കുത്തും. അല്ലേ? സത്യം. ഇപ്പോൾ ഇത് കുത്തുന്നത് പിയേഴ്സിങ് ഒരു ട്രെൻഡാണ്. അതെ. എല്ലായിടത്തും കുത്തുന്നു. പല സ്ഥലങ്ങളിലും നമ്മൾ പിയേഴ്സ് ചെയ്യുന്നുണ്ട്. ഉം. നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഇത്രയേ ഉള്ളൂ. ഉം. നമ്മൾ നല്ലപോലെ കുളിച്ച് വൃത്തിയായിട്ട് പോവുക ഇത് ചെയ്യണ ഉം. ദിവസങ്ങളിൽ. പിന്നെ അറ്റ്‌ലീസ്റ്റ് ഒരു ചെറിയ സ്പിരിറ്റ് ഉം. സോപ്പ് എന്തെങ്കിലും നമ്മൾ കയ്യിൽ വെക്കുക. ഉം. കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതെ, അതെ. ഇത് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ആ ഏരിയ ഒന്ന് ക്ലീൻ ചെയ്യുക. ഉം. അത് കഴിഞ്ഞിട്ട് ചെയ്യിക്കുക. ഉം. പിന്നെ വേദന ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഡിപ്പെൻസ് ആണ്. ചിലർ ഇത്തിരി സെൻസിറ്റിവിറ്റി കൂടുതലുള്ള ആൾക്കാരുണ്ട്. വേദന കൂടുതൽ അതെ. അനുഭവിക്കുന്നവരുണ്ട്. ഉം. ചിലർക്ക് ചിലപ്പോൾ വേദന തീരെ അറിയത്തുണ്ടാവില്ല. ആ ഒരു സ്പോട്ട് ഓഫ് ഒരു ഉം. നിമിഷം സെക്കൻഡ് കൊണ്ട് അത് കഴിഞ്ഞു. ഉം. കുഞ്ഞ് അപ്പനെ നമ്മളിപ്പോൾ വാക്സിനേഷൻ എടുക്കുമ്പോഴും ഉം. ആ കുത്തി കഴിയുമ്പോൾ നമ്മൾ പറയും അതെ. ഉടനെ തന്നെ അമ്മയൊന്ന് മുലപ്പാൽ കൊടുക്കാൻ പറയും. ഉം. ആ പാൽ കുടിച്ച് കുഞ്ഞത് മറന്നു കഴിഞ്ഞു. ഉം. മനസ്സിലാവുന്നുണ്ട്. ഉം. പക്ഷേ ചില കുട്ടികൾ പക്ഷേ ചില ഓർത്ത് വെക്കുന്നവരുണ്ട്. അതെ. ഹോസ്പിറ്റലിലെ പടി കാണുമ്പോൾ തന്നെ കഴിഞ്ഞ കുത്തിയതിൻ്റെ ഓർമ്മ വന്നിട്ട് അവർ പക്ഷേ കരയുന്ന കുട്ടികളും ഉണ്ട്. ഉം. അപ്പോൾ ഓരോരുത്തരുടെ അനുസരിച്ചിരിക്കും. ഉം. ഈ വേദന എങ്ങനെയാണ് കാത് ഉം. കുത്തുമ്പോഴുള്ള വേദന നീണ്ടു നിൽക്കുമോ ഓർത്തിരിക്കുമോ കാര്യങ്ങൾ എങ്ങനെയെന്നുള്ളത് ഉം. ഓരോരുത്തർ ഡിപ്പെൻസ് ആണ്. ഉം.